മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കുക. യഥാർത്ഥ സ്നേഹം ആരും കണ്ടെത്തുന്നതല്ല, നിങ്ങൾ നൽകുമ്പോൾ പതിന്മടങ്ങായി തിരിച്ചു ലഭിക്കുന്നതാണ്. ഭക്തരെ, നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. ഓരോ പ്രതീക്ഷകളും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിയെ ശക്തിപ്പെടുത്തും. ഭക്തരെ, ചെവി കേൾക്കാനുള്ളതാണെങ്കിലും കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത്. ഒരാളുടെ കുറവുകളെക്കുറിച്ച് പറഞ്ഞ് അറിയാതെ പോലും അവരെ വേദനിപ്പിക്കരുത്. ഓർക്കുക, എല്ലാം തികഞ്ഞവർക്ക് കുറവ് വരുത്താൻ ഭഗവാന് ഒരു നിമിഷം പോലും വേണ്ട. അനാവശ്യമായി സംസാരിക്കുന്നവർ നിരന്തരം പരാജയപ്പെടുന്നു. ഭക്തരെ, മനുഷ്യഹൃദയം ഒരു വിചിത്രമായ തടവറയാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പ്രയാസമാണ്. ഭക്തരെ, സ്നേഹിക്കാൻ ആദ്യം വേണ്ടത് സത്യം പറയുന്ന ഒരു നാവും അഭിനയിക്കാൻ അറിയാത്ത ഒരു ഹൃദയവുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നിങ്ങൾ മറന്നാലും കാലം അത് ഭംഗിയായി നിറവേറ്റുന്നതായിരിക്കും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കുക. സത്യം എന്താണെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുന്നവർക്ക് ഹൃദയം പൊട്ടുന്ന വേദനയാണെന്ന് കൂടി മനസ്സിലാക്കുക. ഭക്തരെ, നിങ്ങൾക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നിങ്ങളാണ്. മനസ്സ് കോപവും വെറുപ്പും അസൂയയും പ്രതികാരവും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല. അത് സ്നേഹവും സന്തോഷവും മധുരസ്മരണകളും സൂക്ഷിക്കാനുള്ള ഒരു നിധികുംഭമാണ്. ഇന്നു മുതൽ ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാൻ കഴിയും. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.